എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്നു. ഇഷ്ട വ്യക്തിയോർത്ത് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമതായിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും യഥാസമയത്ത് കൃത്യമായ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആ വ്യക്തി ഒരു നല്ല തീരുമാനം എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വിഷയത്തിൽ ഒരുപാട് കാലമായി നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ വ്യക്തിയിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു നല്ല തീരുമാനം ഉണ്ടാകാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. കാരണം ആ വ്യക്തിക്ക് തീരുമാനം എടുക്കുന്നതിനായിട്ട് ഒരുപാട് പേര് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്വാധീനങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾക്കായിട്ട് വരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് പലപ്പോഴും നല്ല തീരുമാനമായിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അനുഭവിച്ച പ്രശ്നങ്ങൾ അനവധിയാണ്. അത്തരം പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയുടെ ഇഷ്ടത്തിനായി, സ്നേഹത്തിനായിട്ട് കൊതിക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ആ വ്യക്തിയിൽ നിന്നൊരല്പം സ്നേഹം അതെന്നും നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയോട് ചേർന്ന് നിന്ന് ജീവിതത്തെ കൊണ്ടുപോകാനാണ് നിങ്ങൾക്കിഷ്ടം. ചില ആളുകൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുക്കുന്നതിനെ ശക്തമായി എതിർക്കുമ്പോഴും ജീവിതത്തിലെപ്പോഴും ആ വ്യക്തിയോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരുന്നു. ധാരാളം പ്രതിസന്ധികൾക്ക് നടുവിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയത്. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കാനും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു നയം ഉണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ ആ വ്യക്തി ചെയ്യേണ്ടത് ചെയ്യണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, ധൈര്യപൂർവ്വം നിങ്ങളെ അംഗീകരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ വ്യക്തമായൊരു തീരുമാനം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിട്ട് എടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് സങ്കടങ്ങൾ അതിലുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി ഞാൻ ഇത്രയേറെ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും എനിക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വിഷമം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, അതെടുത്തിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുത്തപ്പോഴും അതെല്ലാം അട്ടിമറിക്കുന്നവരായിട്ട് സ്ഥിരം കുറേ ആളുകളുണ്ടായിരുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായി ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിലക്ക് നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അവരെ നിലക്ക് നിർത്തി കിട്ടാനാണ്. അവർ ഒരുപാട് കാലമായി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തിയിരുന്നു. ഒരു കാരണവശാലും നിങ്ങളെ സമാധാനപരമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി മുന്നോട്ട് പോയപ്പോൾ ഒരു തരത്തിലും നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരാത്ത വിധം
നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ പോലും അത് വരാത്ത വിധ പ്രവർത്തനങ്ങൾ മാറ്റി. നിങ്ങളൊരുപാട് ദുഃഖമുണ്ടായി അതിൽ. എന്ത് ഞാനിനി ചെയ്യും? എന്നെ എൻ്റെ വ്യക്തിയെയും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഉള്ളതും ഇല്ലാത്തതുമായ പ്രതിസന്ധികൾ ഉണ്ടാക്കി ജീവിതത്തിലെപ്പോഴും വിലങ്ങുതടികൾ അവർ സൃഷ്ടിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ചിരുന്നു ഈ പ്രതിസന്ധിയെ മാറ്റി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അവരനുഗ്രഹിക്കണമെന്നുള്ളത്. അതിവിടെ സാധിച്ചിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് അധികം പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിങ്ങളെ തടഞ്ഞ വ്യക്തി ആരാണോ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നു. നിങ്ങളെ തച്ചുടക്കാനും തകർക്കാനും ശ്രമിച്ച ആ ശ്രമങ്ങൾ അവർക്ക് തന്നെ ഭാര്യയാകുന്നു. അവർ ഏത് മനസ്സ് വെച്ചുകൊണ്ടാണ് നിങ്ങളെ തകർക്കാൻ നോക്കിയത്? നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തു പോകരുത് എന്ന് അവർ കരുതി. അതേ നാണയത്തിൽ തന്നെ അവർക്കിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അവർക്ക് അതിൽ നിന്നൊരു ഗുണവും ലഭിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അതുകൊണ്ടൊരു മെച്ചവും ഉണ്ടായില്ല. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ട് എന്നേക്കുമായിട്ട് ഇരിക്കുന്നു. കാരണം അവർ നിങ്ങൾക്കെതിരെ അന്യായമായിട്ടാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. നിങ്ങളവർക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവർക്ക് നിങ്ങളുടെ സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവരതൊന്നും ചിന്തിക്കാതെ പരിഗണിക്കാതെ നിങ്ങൾക്കെതിരെ നീങ്ങിയപ്പോൾ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ളത് നിങ്ങളുടെ ശക്തിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്നെന്നും നിങ്ങൾ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് അവരുടെ നീക്കങ്ങളെത്തി. എപ്പോഴും നിങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് അവരുടെ നീക്കങ്ങളെത്തി. അത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർ രണ്ട് രീതിയിലാണ് അവർ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചത്. ഒന്ന്, നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുക. രണ്ട്, നിങ്ങളുടെ വ്യക്തി നല്ല തീരുമാനങ്ങൾ എടുത്താലും അത് നിങ്ങൾക്ക് അതിൻ്റെ സഹായം കിട്ടരുത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. ഈ രണ്ട് രീതിയിലും അവർ നിരന്തരം ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശക്തി ഇല്ലാതെ ആക്കിയിരിക്കുന്നു. തന്മൂലം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്നും നിങ്ങളുടെ മനസ്സിലെ നന്മയും സ്വതന്ത്രമായൊരു തീരുമാനം എടുത്തറിയാൻ കഴിയുന്നു. അവർ വിചാരിച്ച് എന്നും നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ കഴിയും, എന്നും നിങ്ങൾക്ക് എതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, നിങ്ങൾക്കെതിരെ അവർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പരാജയം വന്നിരിക്കുന്നു. ആ പരാജയം അവർക്കൊട്ടും താങ്ങാൻ കഴിയുന്നതല്ല. ആ പരാജയം നിമിത്തം അവർ വലിയ സങ്കടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് നിങ്ങളെ ഇനി തടയാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ തന്നെയാണ് ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാവുന്നത്. കാരണം ഇതുവരെ നിങ്ങളുടെ വ്യക്തി അവരുടെ കയ്യിലെ പാവയെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ വ്യക്തി സ്വയം ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെയൊക്കെ തച്ചുടച്ച് നിങ്ങൾക്കെതിരാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ സാഹചര്യങ്ങൾ സ്വതന്ത്രമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് അവസരം കിട്ടുന്നു. ഏതാണ് ശരി? നിങ്ങളാണോ ശരി? ആ വ്യക്തിയാണോ ശരി? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ശരി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അങ്ങനെ കൃത്യമായി നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നും നിങ്ങളാണ് ശരിയെന്നും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. സ്വതന്ത്രമായ തീരുമാനങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അന്യായമായിട്ടൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ അന്യായമായിട്ട് ആരെയും തകർക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ നിലപാടാണ് കൃത്യതയാർന്നത്, നല്ലത് എന്നുള്ളത് ആ വ്യക്തിക്ക് ബോധ്യം വരുന്നു.
ഒരുപക്ഷെ ഈ കുതന്ത്രക്കാർ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നിരന്തരം ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല നിങ്ങളാണ് ശരിയെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ വിരിച്ച വല അവർക്ക് തന്നെ പാരയായിരിക്കുന്നു. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നന്മയെ അറിയാനുള്ള ഒരവസരം കിട്ടി. നിങ്ങളുടെ നന്മയെ അറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള അവസരം കിട്ടി. എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവോ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. അതായത് നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തടയാൻ ശ്രമിച്ച ആളുകളിൽ നിന്ന് ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതൊരു സമ്മർദ്ദമായിരുന്നു, സ്നേഹം കൊണ്ടുള്ള സമ്മർദ്ദമായിരുന്നു. പലപ്പോഴും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദിച്ചേക്കാം. നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് സ്വാധീനമുള്ള ആളുകൾ, വർഷങ്ങളോളം സ്വാധീനമുള്ള ആളുകൾ, അവർ കിട്ടിയ സമയം നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. കൊടുത്ത ഉപദേശങ്ങളും തെറ്റായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ വ്യക്തി നിങ്ങൾക്കെതിരായി മാറി. ഒരു തീരുമാനം പോലും, ആ വ്യക്തി എടുത്ത ഒരു തീരുമാനം പോലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്ത സമയത്ത് അവർ നിങ്ങൾക്ക് എതിരായിട്ട് നിന്നു. ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് തള്ളിക്കളയാമായിരുന്നു. എനിക്ക് നിങ്ങളുടെ സ്നേഹവും വേണ്ട. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിപ്പോയി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് മോശം അഭിപ്രായം, മോശം വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച, സ്ഥിരമായിട്ട് അവരുടെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. അവർക്കിനി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവരെ വലിഞ്ഞ് മുറുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധി നൽകുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ശക്തി ആ ശല്യത്തെ ഇല്ലാതാക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാണ്. താൻ ചെയ്തത് തെറ്റാണെന്നും താൻ പലതും പരിഗണിച്ചില്ലെന്നും താൻ പലതും മനസ്സിലാക്കിയില്ലെന്നും എന്നെ സ്നേഹിച്ച എൻ്റെ വ്യക്തിയെ ഞാൻ പരിഗണിച്ചില്ല എന്നുള്ളൊരു തോന്നലും കുറ്റബോധവും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച്. ഇപ്പോഴും ഇനിയും എനിക്ക് എതിരായിരിക്കും തീരുമാനങ്ങളെന്നുള്ള രീതിയിൽ നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് അറിയുന്നത് തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറി മറയുന്നു. ഒരുപാട് കാലം നിങ്ങൾ കാത്തിരുന്ന, ഒരുപാട് കാലം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹവും നിങ്ങൾക്കുള്ള അനുഭാവവും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളും നിങ്ങളിലേക്ക് എത്തുകയാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിലകൊണ്ടത് അതിനാണ്. പലപ്പോഴും തുടരെ നിങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് നിലകൊള്ളുന്നതെന്ന് പോലും നിങ്ങൾ ചിന്തിച്ച്, എന്നിട്ടും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തിയിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവുമായി നിങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ കാലം നിങ്ങൾക്കതിന് ഉത്തരം നൽകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ആ വ്യക്തിയിൽ നിന്ന് വളരെ മുമ്പ് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇത്തരമൊരു തീരുമാനം ഉണ്ടാവണം. അതായിരുന്നു ന്യായം, അതായിരുന്നു നീതി, അതായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ അർഹതപ്പെട്ടതായിരുന്നു. പക്ഷെ അന്നൊന്നും അത് ലഭിച്ചില്ല. പക്ഷേ വൈകിയാണെങ്കിലും അനുകൂലമായൊരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഉണ്ടാവുന്നു. മനസ്സിൽ ദുഃഖവും വിഷമവും ഒക്കെ ഒരുമിച്ച് തോന്നും. ഈ തീരുമാനം വന്നത് വൈകിപ്പോയല്ലോ, എത്രയോ നാൾ മുമ്പ് തന്നെ ഈ തീരുമാനം വരേണ്ടതാണ്. പക്ഷെ അന്നൊന്നും നിങ്ങൾക്ക് അനുകൂലമായ ആ വ്യക്തിയിൽ നിന്നും ഈ തീരുമാനം ഉണ്ടാകുമായിരുന്ന സന്തോഷത്തേക്കാൾ എത്രയോ മടങ്ങ് സന്തോഷം നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു. കാരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു വ്യക്തി നിങ്ങൾക്ക് അവസരം നൽകുന്നു, ജീവിതം നൽകുന്നു, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു, പിണക്കം മാറ്റുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ചിലപ്പോൾ നോൺ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ദീർഘമായതിനു ശേഷം
തിരിച്ചു വരികയാണ്. അത് നിങ്ങൾക്ക് കണ്ടറിയാൻ, അനുഭവം കൊണ്ട് ഉടൻ അറിയാൻ കഴിയും. അങ്ങനെ ആ വ്യക്തിയിൽ നിന്നുള്ള നിഷേധിക്കപ്പെട്ട നല്ല തീരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി തടയാൻ ആർക്കും കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.